ഹലോ ഫ്രണ്ട്സ്, ഈ ഒരുങ്ങി ഇറങ്ങി പോകുന്നത് വേറെ ഒരിടത്തും അല്ല, നെസ്റ്റോയിലാണ്. അതും തേങ്ങ വാങ്ങാനായിട്ടോ. തേങ്ങ തീർന്നുപോയി. അങ്ങനെ എവിടെ പോയാലും ഒരുങ്ങി പോകണമെന്നാണല്ലോ. അങ്ങനെ ഞാനും ഹസ്ബൻഡും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുള്ള ടൈമാണ്. നെസ്റ്റോ എത്തി. നമ്മൾ നെസ്റ്റോയ്ക്ക് കയറി കഴിഞ്ഞാൽ ഫുള്ളായിട്ടൊന്ന് കറങ്ങി ഇറങ്ങും. കാരണം എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ചിലപ്പോൾ എടുക്കാറുണ്ട്. ആപ്പിൾ, പല ടൈപ്പ് ആപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓറഞ്ച് ഉണ്ട്, കുഞ്ഞ് ചൈന ഓറഞ്ച് ഉണ്ട് കേട്ടോ. നല്ല മധുരമാണ് ഇതിന്. ഓഫറൊന്നും ഇന്നധികം ഇല്ലായിരുന്നു. പിന്നെ ഇത് 3 രൂപയുള്ളൂ സ്ട്രോബെറി. നമ്മുടെ നാട്ടിൽ ചക്ക കിലോയ്ക്ക് 10 രൂപയാണ്. അത് നാട്ടിൽ ഏകദേശം ഒരു 240 രൂപയോളം വരും. പിന്നെ നമ്മുടെ ആവശ്യമുള്ള സാധനം തേങ്ങ കേട്ടോ. ഇതിൽ ഇങ്ങനെ കുഞ്ഞു ബോട്ടിലാണ് വരുന്നത്. 3-4 രൂപയോളം വരും. അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾ ഇരിക്കാറുണ്ട്. പിന്നെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയതൊന്നും വാങ്ങാറില്ല. പക്ഷെ നമ്മളൊരു സന്തോഷത്തിനായിട്ട് എല്ലാം ഇങ്ങനെ നോക്കി പോവാറുണ്ട്. ഞാനാണ് കേട്ടോ ഈ സ്വീറ്റ്സ് ഐറ്റംസ് ഫുള്ള് നിന്ന് ഇങ്ങനെ നോക്കുന്നത്. പിന്നെ എന്താ ഇവിടെ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഡ്രീം കേക്കൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല റേറ്റാണ്. ഇവിടുത്തെ ഏകദേശം ഒരു 30 രൂപയോളമൊക്കെ വരും. പിന്നെ നമ്മൾ സാധാരണ കട്ട്ലറ്റ്, സമോസ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ബ്രോസ്റ്റഡ് ഐറ്റംസൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കി നോക്കി പോവും. പിന്നെ ഇവിടെ നമ്മളെ പെരട്ട് ഐറ്റംസ്, കറി, ചിക്കൻ, ബീഫ്, കപ്പ പുഴുക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ബീഫ്, മട്ടൻ, നമ്മുടെ ചിക്കൻ ഐറ്റംസൊക്കെ ഇവിടെ കിട്ടും. എല്ലാം ഇങ്ങനെ നോക്കിയാണ്. റേറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മീനും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഒരുപാട് വെറൈറ്റി മീൻസും ഉണ്ട്. പിന്നെ ഫ്രഷ് ആണോ ഇല്ല എന്നുള്ളത് നമ്മൾ മത്തി മാത്രമേ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. അത് അത്രയ്ക്ക് ഫ്രഷായിട്ട് തോന്നിയില്ല. അതിനുശേഷം പിന്നെ അങ്ങനെ വാങ്ങിയിട്ടില്ല കേട്ടോ. നല്ല പ്രോൺസാണ്. കണ്ടിട്ട് നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. അതൊന്നും വാങ്ങിയില്ല. എല്ലാം നോക്കുന്നതേ ഉള്ളൂ. ജസ്റ്റ് കീര ഐറ്റംസൊക്കെ നമുക്കിവിടെ 1 രൂപ കേട്ടോ. ഒരു കെട്ട് കുറച്ചേ ഉണ്ടാവത്തുള്ളൂ. അതെടുത്തു. പിന്നെ ആ റെഡ് കളർ സാധനം എന്താണെന്ന് അറിയാമെന്നുള്ളൊരു പറയാം. അങ്ങനെ അതും എടുത്തിട്ടില്ല. പിന്നെ നേരെ നമ്മളിതാ മല്ലിയില, പുതിനയില അതൊക്കെ എടുത്തു. പാവയ്ക്ക എടുത്തു കേട്ടോ. പാവയ്ക്ക ചേട്ടൻ കൂട്ടില്ല, പക്ഷേ ഞാൻ എടുക്കാറുണ്ട്. പിന്നെ എന്താണിത്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ നിന്ന്. വെണ്ടയ്ക്ക, കോവയ്ക്ക ഇങ്ങനെയൊക്കെ ഭയങ്കര ഫ്രഷ് അല്ല കേട്ടോ. അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. ബീൻസ് എടുക്കാറുണ്ട്, ചീനമരയ്ക്ക എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ. മാങ്ങ അങ്ങനെയൊന്നും വാങ്ങാറില്ല. ജസ്റ്റ് എടുത്ത് നോക്കും. നല്ലതാണോ നോക്കിയിട്ട് അങ്ങ് നോർമലി അങ്ങ് വയ്ക്കുക. നമുക്ക് കൈ കൊണ്ടെടുത്ത് നോക്കുക എന്നുള്ളൊരിതാണല്ലോ. പിന്നെ ഫ്രൂട്ട്സ് പറഞ്ഞതിൽ അവക്കടയുണ്ട്, പല ടൈപ്പ് ആപ്പിളുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഓഫറൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങും. പിന്നെ നമുക്കിങ്ങനെ കവറിലിട്ട് വാങ്ങുന്നതെല്ലാം നമ്മൾ നോർമലി അറിയാമല്ലോ, സെപ്പറേറ്റ് ബില്ലടിച്ച് വാങ്ങുകയാണ്. വീണ്ടും നമ്മൾ കറങ്ങി ഇങ്ങോട്ട് തന്നെ വന്നു. കാരണം നൈറ്റ് നമുക്ക് എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ച് ഇറങ്ങിയതും കൂടെ. അപ്പോൾ എങ്ങനെയാണ് എല്ലാം ഒന്ന് നോക്കുക. ഞാനാണ് ഈ സ്വീറ്റ്സിൻ്റെയൊക്കെ സെഷനിലോട്ട് പോയി നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ എടുക്കാൻ സമ്മതിക്കാറില്ല, ഒരുപാട് മധുരം കഴിക്കേണ്ട എന്നുള്ള രീതിക്ക്. പിന്നെ നമ്മൾ ചേട്ടൻ വീണ്ടും ഒന്നും കൂടെയൊക്കെ നോക്കുക എന്തെടുക്കണമെന്ന്.